ഡ്രൈവർ കുഞ്ഞിപ്പാന്റെ അളിയനാണ്. പെങ്ങളെ കുട്ടിയാണ്. അവന്റെ പെങ്ങളെ കല്യാണം ഉണ്ട്. പെങ്ങളെ എത്തിയും കുട്ടികളാണേ. അപ്പോ കാര്യമായിട്ട് സാമ്പത്തികമായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പൊ അജിരൊന്ന് കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. കുട്ടികളെ നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് 5-8 ഏക്കർ സ്ഥലങ്ങൾ മുടങ്ങി കിടക്കുന്നു. ഞാൻ ഇപ്പൊ 2 ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ്റെതായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ. നോക്കട്ടെ ശരിയോ നോക്കട്ടെ കേട്ടോ. എന്നാ അജിരൊക്കെ ഞങ്ങള് പോവാട്ടാ. ഞങ്ങൾ പോട്ടെ. അസ്സലാമലൈക്കും. അജര നിങ്ങൾ ആ കുട്ടിയൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെച്ചെങ്കിലേ എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കും. കാരണം വെച്ചാലേ ഇച്ചറിയാം ഒരു എത്തിയും കുട്ടിയല്ല. ഒരു സഹായം അഭ്യർത്ഥിച്ച് നമ്മളെ മുന്നിൽ വന്നാലല്ല. നിങ്ങൾക്ക് ഇതിനുള്ളിൽ പഠിച്ച എന്തെങ്കിലും ആയിട്ട് തരും. നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും വെച്ചാൽ കൊടുക്കിട്ടോ. വേറെ ഇന്റെ അടുത്തോടാ പൈസ എനിക്കറിയില്ലേ, ഒക്കെ മുടങ്ങി കിടക്കല്ലേ. ഇതിലുള്ള തരട്ടെ കേട്ടോ. ബാബ എവിടുന്ന് വരുന്നത്? അത് അമ്മേട്ടാ, ഞാനേ നാസരാജിന്റെ വീട്ടിൽ പോയേണ്ടി വരുന്നു. പെങ്ങളെ കുട്ടീന്റെ കല്യാണം ശരിയായിരിക്കുന്നു. അപ്പൊ അതിനെന്തേലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ മൂപ്പർക്ക് അതിലും വലിയ പ്രശ്നത്തിലാണ്. മൂപ്പർക്ക് സ്ഥലം വാങ്ങിയത് ഉണ്ട്, പിന്നെ ഇത് ഫ്ലാറ്റ് വാങ്ങി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. മൂപ്പരും വലിയ കഷ്ടപ്പാടിലൊക്കെയാണ് പറയണത്. അയാൾക്ക് നല്ല ബുദ്ധിമുട്ടുന്ന വികാരം. അയാൾ പൈസന്റെ മോള് കടന്നുറങ്ങുന്ന ആളാ. അവർക്ക് ഒരു ഉറപ്പും കിട്ടൂലടാ. നമുക്ക് വേറെന്തേലും മജ്ജാക്കേണ്ടി വരും. എന്ത് താമേട്ട പിന്നെ ഈ കാട്ടാൻ ഒരു എത്തും കൂടി കിട്ടുന്നില്ല. അവരുടെ കുടുംബത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അവര് ചെക്കനാപ്പെടുത്തില്ലേ. എന്നെ കൊണ്ടൊക്കെ കോഴിക്കോടേക്ക് എന്തെങ്കിലും വരുമാനത്തിൽ എന്തെങ്കിലും ആവും. എന്താ കാത്തുനിന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും കൂടി കിട്ടാത്തൊരു കുഴപ്പത്തേക്ക് എത്തി. കല്യാണത്തിനാണ് ഈ ദിവസം ഇവിടെ ആയി തുടങ്ങിയില്ലേ. എത്ര കാട്ടാന്ന് എനിക്ക് തന്നെ അറിയില്ല. സാധ്യത നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പറഞ്ഞോണ്ടുള്ള മുകളിൽ എന്തെങ്കിലും വഴി കാണും കേട്ടോ.